കഴിഞ്ഞ ഏഷ്യ കപ്പ് നടന്നപ്പോഴത്തേക്ക് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോയില്ലായിരുന്നു, ന്യൂട്രൽ വെന്യൂവിലേക്കാണ് മാറിയത്. ഇതുപോലെ പല ICC ഇവന്റ്സ് വരുമ്പോഴത്തേക്കും പാകിസ്ഥാനിൽ വെച്ച് നടന്നിട്ടുള്ള കളികളെല്ലാം ഇന്ത്യ വേറെ വെന്യൂസ് ചോദിച്ച് ICC അത് അപ്രൂവ് ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ട് ബംഗ്ലാദേശ് ചോദിക്കുമ്പോൾ മാത്രം ICC ഇത്തരത്തിലുള്ള ഇത്? കാരണം പാകിസ്ഥാൻസ് സെക്യൂരിറ്റി റീസൺസ് ഉണ്ട്, ഇന്ത്യയിൽ സെക്യൂരിറ്റി റീസൺസ് ഇല്ല. കാരണം ഇന്ത്യയിൽ സെക്യൂരിറ്റി റീസൺസ് ഉണ്ടെന്ന് ഇന്ത്യ തന്നെ സമ്മതിച്ചു. അതുകൊണ്ടാണല്ലോ മുസ്തഫിസ് റഹ്മാനെ കളിപ്പിക്കാതെ ഇന്ത്യ പുറത്ത് വിട്ടത്. അപ്പോൾ പിന്നെ ബംഗ്ലാദേശ് ആ കൺസേൺ ഇന്ത്യയോട് ചോദിക്കുമ്പോൾ, BCCയോട് ചോദിക്കുമ്പോൾ അതേ കൺസേൺ തന്നെ ICCയോട് ചോദിക്കുമ്പോൾ ICCക്ക് എന്തുകൊണ്ട് ഇത് നടപ്പാക്കാൻ പറ്റുന്നില്ല? അതൊരു ഇരട്ടത്താപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം BCCയുടെ കൺട്രോളിലാണ് കംപ്ലീറ്റ് എൻറ്റയർ ക്രിക്കറ്റ് ഇരിക്കുന്നത്. അവരുടെ തന്നെയാണ് ICCയുടെ ചെയർമാനോ ആരാണെന്ന് നിങ്ങൾക്കറിയാം. അമിത്ഷായുടെ മകനാണ് ICCയുടെ ചെയർമാൻ. സോ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഫേവർ ആയിട്ടുള്ള രീതിയിലായിരിക്കും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കാരണം അത്രയും വലിയൊരു BCC എന്ന് പറയുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. കാരണം അത്രത്തോളം കാശ് BCCക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ICC കംപ്ലീറ്റ്ലി റൂൺ ചെയ്യുന്നത് തന്നെ നമ്മുടെ BCC ആണെന്ന് പറയുന്നതിൽ ഒരു കാരണവശാലും